ഉൽപ്പത്തി പുസ്തകം 23 അധ്യായം. സാറ 127 വർഷം ജീവിച്ചിരുന്നു. അതാണ് സാറായുടെ ജീവിതകാലം. കിരിയാത്ത് അർബായിൽ വെച്ച്, അതായത് കാനാൻ ദേശത്തുള്ള ഹെബ്രോനിൽ വെച്ച് സാറ മരിച്ചു. സാറായെ പ്രതി വിലപിക്കാനും കരയാനും അബ്രാഹാം എത്തി. മരിച്ചവളുടെ അടുക്കൽ നിന്നെഴുന്നേറ്റ് അബ്രാഹാം ഹിത്യരോട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ നിങ്ങളുടെ ഇടയിൽ പ്രവാസിയും കുടികിടപ്പുകാരനുമാണ്. നിങ്ങളുടെ ഇടയിൽ ഉടമാവകാശത്തോടു കൂടിയ ഒരു കബറിടം എനിക്ക് തരിക. എൻ്റെ മരിച്ചവളെ എൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ മറവു ചെയ്യട്ടെ. ഹിത്യർ അബ്രാഹത്തോട് മറുപടിയായി ഇങ്ങനെ പറഞ്ഞു: യജമാനനെ, ഞങ്ങളെ കേട്ടാലും. അങ്ങ് ഞങ്ങളുടെ ഇടയിലെ ശക്തനായ പ്രഭുവാണ്. അങ്ങയുടെ മരിച്ചവളെ ഞങ്ങളുടെ ഏറ്റവും നല്ല കബറിടത്തിൽ അടക്കിക്കൊള്ളുക. ഞങ്ങളിൽ ഒരുവൻ പോലും തൻ്റെ കബറിടം അങ്ങയുടെ മരിച്ചവളെ അടക്കാൻ അങ്ങേക്ക് നിഷേധിക്കില്ല. അബ്രാഹാം എഴുന്നേറ്റ് നാട്ടുകാരായ ഹിത്യരെ വണങ്ങി. അവൻ അവരോട് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ മരിച്ചവളെ സംസ്കരിക്കുന്നതിന് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശ്രവിച്ച് സോഹാറിൻ്റെ പുത്രനായ എഫ്രോനെ എനിക്ക് വേണ്ടി പോയി കാണണം. അവൻ്റെ പറമ്പിൻ്റെ അതിർത്തിയിൽ അവനുള്ള മക്പെല ഗുഹ എനിക്ക് നൽകട്ടെ. നിങ്ങളുടെ ഇടയിൽ ഉടമാവകാശത്തോടു കൂടിയ ഒരു കബറിടമായി എനിക്ക് മുഴുവൻ വിലയ്ക്കും അവൻ അത് തരട്ടെ. ഹിത്യരുടെ ഇടയിൽ തന്നെ എഫ്രോൺ ഇരിപ്പുണ്ടായിരുന്നു. ഹിത്യരും തൻ്റെ നഗരവാതിൽക്കൽ വന്ന എല്ലാവരും കേൾക്കെ ഹിത്യനായ എഫ്രോൺ അബ്രാഹത്തോടിങ്ങനെ പ്രതിവചിച്ചു: അങ്ങനെയല്ല പ്രഭോ, എന്നെ ശ്രവിച്ചാലും. ആ പറമ്പ് അങ്ങേക്ക് ഞാൻ സമ്മാനിക്കുന്നു. അതിലുള്ള ഗുഹയും അങ്ങേക്ക് ഞാൻ തരുന്നു. എൻ്റെ ജനത്തിൻ്റെ കൺമുമ്പിൽ വെച്ച് അങ്ങേക്ക് ഞാനത് തരുന്നു. അങ്ങയുടെ മരിച്ചവളെ അടക്കിക്കൊള്ളുക. അബ്രാഹാം നാട്ടുകാർക്ക് മുമ്പിൽ വണങ്ങി. നാട്ടുകാർ കേൾക്കെ അവൻ എഫ്രോണോട് ഇങ്ങനെ പറഞ്ഞു: ദയവായി എന്നെ കേട്ടാലും. ഞാൻ പറമ്പിൻ്റെ വില തരുന്നു. എന്നിൽ നിന്ന് സ്വീകരിച്ചാലും എൻ്റെ മരിച്ചവളെ അവിടെ ഞാൻ സംസ്കരിക്കട്ടെ. എഫ്രോൺ അബ്രാഹത്തോട് മറുപടിയായി പറഞ്ഞു: പ്രഭു, എന്നെ ശ്രവിച്ചാലും. 400 ഷെക്കൽ വെള്ളിയുടെ ഒരു തുണ്ടു ഭൂമി എന്നത് എനിക്കും അങ്ങേക്കുമിടയിൽ എന്താണ്? അങ്ങയുടെ മരിച്ചവളെ സംസ്കരിച്ചു കൊള്ളുക. അബ്രാഹാം എഫ്രോണെ ശ്രവിച്ചു. ഹിത്യർ കേൾക്കെ എഫ്രോൺ പറഞ്ഞ 400 ഷെക്കൽ വെള്ളി കച്ചവടക്കാരുടെ ഇടയിലെ നടപ്പനുസരിച്ച് അബ്രാഹാം എഫ്രോണിന് തൂക്കിക്കൊടുത്തു. അങ്ങനെ അവൻ മാമ്രയ്ക്കടുത്ത് മക്പെലായിലുള്ള എഫ്രോന്റെ പറമ്പും അവിടെ ഉണ്ടായിരുന്ന ഗുഹയും പറമ്പിലും അതിൻ്റെ ചുറ്റതിർത്തികളിലുമുള്ള എല്ലാ വൃക്ഷങ്ങളും അടക്കം കരാറുറപ്പിച്ചു. ഹിത്യരുടെയും നഗരവാതിൽക്കൽ വന്നവരുടെയും സമക്ഷം അബ്രാഹത്തിന് അത് അവകാശമായി തീർന്നു. അതിനുശേഷം അബ്രാഹാം തൻ്റെ ഭാര്യ സാറായെ മാമ്രയ്ക്ക് മുമ്പിൽ മക്പെലായിലെ പറമ്പിലുള്ള ഗുഹയിൽ, അതായത് കാനാൻ ദേശത്തെ ഹെബ്രോനിൽ സംസ്കരിച്ചു. അങ്ങനെ ആ പറമ്പും അതിലെ ഗുഹയും ഹിത്യരിൽ നിന്ന് തനിക്ക് ഉടമാവകാശമുള്ള കബറിടമായി അബ്രാഹാം ഉറപ്പിച്ചു.